കോഴിക്കോട് നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ തിരോധാന കേസിൽ പോലീസിന് വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. മാമിയെ 2023 ഓഗസ്റ്റ് 21 മുതൽ കാണാതായെന്ന ഭാര്യ റംലത്തിന്റെ പരാതിയിലാണ് ആദ്യം അന്വേഷണം നടന്നത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ നടക്കാവ് ലോക്കൽ പോലീസ് സംഘത്തിലെ അന്നത്തെ ഇൻസ്പെക്ടർ PK ജിജീഷ്, SI ബിനുമോൻ എന്നിവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവിടുകയും ചെയ്തു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, നമുക്കറിയാം മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് ഈ ഓഗസ്റ്റ് 21 ആവുമ്പോൾ 2 വർഷം പൂർത്തിയാവുന്നു. ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് 10 മാസം തികയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണ റിപ്പോർട്ട്, പോലീസിന് വീഴ്ച വന്നു എന്നൊരു അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ കേസിന്റെ നാൾ വഴികളിലെ ആദ്യഘട്ടങ്ങളിൽ ഈ 10 ദിവസത്തിനുൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധനയിൽ എടുത്തില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ മാമി എവിടെയൊക്കെ സഞ്ചരിച്ചു, അല്ലെങ്കിൽ മാമിയെ എവിടെ വെച്ചാണ് കാണാതായത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന PK ജിജീഷ്, SI ബിനുമോഹൻ, സീനിയർ CPO MV ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മീണ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ തലക്കളത്തൂരിൽ വെച്ചാണ് മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് എന്ന ഒരു മൊഴിയാണ് ഈ ഡ്രൈവർ നൽകിയിരുന്നത്. പിന്നീട് അന്വേഷണം പല രീതിയിലേക്കും പോയെങ്കിലും ഈ ആദ്യഘട്ടത്തിൽ, അതായത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായകമാണ്. പക്ഷേ അതൊന്നും ശേഖരിക്കുവാൻ പോലീസിന് സാധിച്ചില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ട് 10 മാസം പൂർത്തിയാവുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഇനി മുന്നോട്ട് ഏത് തരത്തിലായിരിക്കും അന്വേഷണം നടത്തുക എന്നതാണ് കാണേണ്ടത്. ഈ മാമി എവിടെ പോയി, അല്ലെങ്കിൽ മാമി ജീവിച്ചിരിപ്പുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, ശരി.